السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ റബീഉൽ അവൽ മാസത്തിലാണ്. റബീഉൽ അവൽ വന്നാൽ നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉയർന്നു വരുന്നത് നാം കാണാറുണ്ട്. പ്രവാചക സ്നേഹം എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? പ്രവാചകന്റെ ജന്മദിനത്തെ പ്രത്യേകമായി ആഘോഷിക്കുന്ന ഒരു രീതി ഇസ്ലാമിൽ ഉണ്ടോ? അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, ഇത്തരം ഒരു വിഷയത്തിൽ ഒരു മുസ്ലിമിന്റെ ആദ്യ ചോദ്യം ആരാണ് ഇത് ചെയ്യുന്നത് എന്നതല്ല, മറിച്ച് അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത് പഠിപ്പിച്ചോ എന്നുള്ളതാണ്. സംഘടനയുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, പാരമ്പര്യത്തിന്റെ പേരിൽ, വികാരത്തിന്റെ പേരിൽ ഒരു മുസ്ലിം തന്റെ ദീനിന്റെ നിലപാട് തീരുമാനിക്കരുത്. അള്ളാഹു നമ്മെ പഠിപ്പിച്ച മാനദണ്ഡം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 59-ാം വചനത്തിൽ പറയുകയാണ്, ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിലേക്കും റസൂലിലേക്കും തന്നെ തിരിച്ചു മടങ്ങുക എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്റെ സംഘടന എന്താണ് പറയുന്നത് എന്നതല്ല, എന്റെ നാട്ടിൽ എന്താണ് പതിവ് എന്നതുമല്ല, എനിക്ക് ഇഷ്ടമാണോ എന്നതുമല്ല, അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പഠിപ്പിച്ചത് എന്നതാണ്. നമ്മൾ ആലോചിക്കാറുണ്ട്, ഇസ്ലാം ആരുടെ മതമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇമ്രാനിൽ പറയുകയാണ്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിന്റെ അടുക്കൽ മതം ഇസ്ലാമാണ്. ഇസ്ലാം നമ്മുടെ ഇഷ്ടാനുസരണം നിർമ്മിക്കാവുന്ന ഒരു മതമല്ല, ഇത് അള്ളാഹുവിന്റെ മതമാണ്. അതിനാൽ ദീനിൽ എന്താണ് ഉൾപ്പെടേണ്ടത്, എന്താണ് ഒഴിവാക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം അള്ളാഹുവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീന് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാനാണ് നിയോഗിച്ചത്. അതിനാൽ ഒരു കാര്യം ഇസ്ലാമികം ആണെന്ന് പറയണമെങ്കിൽ അതിന് ഖുർആനിലോ ശരിയായ സുന്നത്തിലോ അടിസ്ഥാനമുണ്ടോ എന്ന് പരിശോധിക്കണം. നമുക്കറിയാം, ദീൻ പൂർത്തീകരിക്കപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്കായി നിങ്ങളുടെ മതം പൂർണ്ണമാക്കിയിരിക്കുന്നു എന്ന്. നമുക്കറിയാം, ആ ദീന് നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശ്റിൽ പറയുന്നു, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കുക, അദ്ദേഹം നിങ്ങളെ വിലക്കിയതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കുക. അതിനാൽ പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മാതൃകയാണ് ഒരു മുസ്ലിം തന്റെ ജീവിതത്തിന്റെ മാനദണ്ഡമാക്കേണ്ടത്. അദ്ദേഹം പഠിപ്പിച്ചത് സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയത് ഒഴിവാക്കുക, അദ്ദേഹം കാണിച്ചു തന്നത് പിന്തുടരുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ പറഞ്ഞിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നജ്മിലെ 3-4 വചനത്തിൽ പറയുകയാണ്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ. അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, അത് അദ്ദേഹത്തിന് അവതരിക്കപ്പെടുന്ന വെളിപാടില്ലാത്ത മറ്റൊന്നുമല്ല. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത് ഒരു സാധാരണ മനുഷ്യന്റെ അഭിപ്രായം പോലെ കാണാൻ ഒരു വിശ്വാസിക്ക് കഴിയുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശത്തോടെയായിരുന്നു. മാത്രമല്ല, ഈ ദീനിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പുതുതായി എന്തും തന്നെ കൊണ്ടുവരാനുള്ള യാതൊരുവിധ അനുവാദവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നു, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. അദ്ദേഹം നമ്മുടെ പേരിൽ ചില വാക്കുകൾ കെട്ടിച്ചമച്ചിരുന്നു എങ്കിൽ തീർച്ചയായും നാം അദ്ദേഹത്തെ വലം കൈകൊണ്ട് പിടിക്കുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ കണ്ടനാടി മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, പ്രവാചകന് പോലും ദീനിൽ ഒന്നും ചേർക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് ദീനിൽ പുതുതായി കൊണ്ടുവരാനുള്ള അവകാശമുള്ളത്? അതുകൊണ്ട് ഇത് ദീനാണോ അല്ലേ എന്ന്
ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് സ്വഹാബത്തുകൾ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കുടുംബം ഈ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് ഇതിന് മാതൃകയുണ്ടോ? സ്വഹാബത്ത് സ്നേഹത്തിന്റെ ഭാഗമായി ഇത് സ്വീകരിച്ചിരുന്നു? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഒരു വിശ്വാസി തന്റെ നിലപാട് രൂപപ്പെടുത്തേണ്ടത്. ആ അടിസ്ഥാനമില്ല എങ്കിൽ അത് ബിദ്അത്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഹദീസിൽ പറയുന്നതായി നമുക്ക് കാണാം, വകുല്ലു ബിദ്അത്തിൻ ളലാല. എല്ലാ ബിദ്അത്തും വഴിക്കേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ വഴിക്കേടും നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. പ്രിയമുള്ളവരെ, നല്ലതാണെന്ന് കരുതി ബിദ്അത്ത് ചെയ്ത് നഷ്ടക്കാരിൽ പെടുന്ന ഒരു സാഹചര്യം നമ്മളിൽ ഒരാൾക്കും വരരുത്. ചിലരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗളിന്റെ അരികിൽ നിന്ന് തിരിച്ചറിയുകയും തന്റെ അടുക്കലേക്ക് വരാൻ വിളിക്കുകയും ചെയ്യും. അപ്പോൾ അവരോട് പറയും, അള്ളാഹു സുബ്ഹാനഹു തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നിങ്ങൾക്ക് ശേഷം അവർ എന്തൊക്കെയാണ് പുതുതായി ദീനിൽ മാറ്റിയത് എന്ന് താങ്കൾക്ക് അറിയില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ വരാതിരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നാം ഒരു സംഘടനയെയും വ്യക്തിയെയും ആക്രമിക്കാനല്ല ഈ വിഷയം സംസാരിക്കുന്നത്. ആരെയും അപമാനിക്കാനുമല്ല, ആരുടെയും ഹൃദയം വേദനിപ്പിക്കാനല്ല, നമ്മളെ തന്നെ പരിശോധിക്കാനാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നരകത്തിനാണോ സ്വർഗത്തിനാണോ എന്ന് പരിശോധിക്കാനാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. അള്ളാഹു അതിന് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.